الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ബാബുൻ ഫിസ്സിദ്ഖി, സിദ്ഖിൽ പറയുന്ന അധ്യായമാണ്. സത്യസന്ധത. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത. സ്വദഖ, സത്യം പറഞ്ഞു. സ്വാദിഖുൻ, സത്യം പറയുന്നവൻ. സിദ്ദീഖ്, കൂടുതൽ സത്യം പറയുന്നവൻ, അംഗീകരിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ, ആത്മാർത്ഥത കാണിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം വരും. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പേര് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും നബി തങ്ങൾ പറഞ്ഞതാണോ എന്നാൽ അത് ഞാൻ അംഗീകരിച്ചു, വാസ്തവമാക്കി. ആ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം നബി തങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ചിലർ പോയി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, മുഹമ്മദ് എന്ന നബി എന്ന് വാദിക്കുന്ന അദ്ദേഹം നിങ്ങളുടെ കൂട്ടുകാരൻ കഴിഞ്ഞ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, അവിടുന്ന് മേലെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, അങ്ങനെ എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, എന്നാൽ ഞാനത് വിശ്വസിച്ചു. അതുകൊണ്ട് സിദ്ദീഖീങ്ങൾ എന്ന ഒരു പദവി തന്നെ ഉണ്ട്. അത് അമ്പിയാക്കൾ, അതുപോലെ മുർസലുകൾ, അമ്പിയാക്കൾ, മുർസലുകൾക്കപ്പുറം ഉലുൽ അസ്മുകൾ, അവരുടെയൊക്കെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ഥാനമാണ് സിദ്ദീഖീങ്ങൾ. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ. സിദ്ദീഖീങ്ങൾ കഴിഞ്ഞിട്ടാണ് ശുഹദാക്കളെയും സാലിഹീങ്ങളെയും പറയുന്നത്. അതെ 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 അല്ല, അത് അറിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ആ പദവികൾ നമുക്ക് ഒന്നാളുകളെ വെച്ച് പറയാൻ കഴിയില്ല. നമുക്കത് അതിൻ്റെ പവറും ഇതൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് ചേർത്തി പറയാൻ കഴിയില്ല. പക്ഷെ മഹാന്മാർ ഇങ്ങനെ പറഞ്ഞ കുറേ ആളുകളുണ്ട്, മഹത്തുക്കളുണ്ട്. പക്ഷെ അത് തന്നെ സിദ്ദീഖ് എന്ന പരിധിയിൽ പെടാതെ അഗ്യാസ്, അബ്ദാല്, നുജബാ, നുഖബാ, ബുദലാ, അബ്ദാല്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പദ്ധതികളുണ്ട്. പദ്ധതിയല്ല, പദവികളുണ്ട്. അങ്ങനത്തെ അതിൽ പറഞ്ഞ ആളുകൾ സിദ്ദീഖ്, അഗ്യാസ്, നുജബാ, നുഖബാ, ഓരോരോ പദവികളാണ്. അപ്പൊ ഇവിടെ അമ്പിയാക്കളുടെ സ്ഥാനം കഴിഞ്ഞാൽ മറ്റ് ജനങ്ങൾ, അമ്പിയാക്കളും കഴിഞ്ഞാൽ പിന്നെ മറ്റ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് സിദ്ദീഖ് റളിയല്ലാഹു. അത് എല്ലാ ഉമ്മത്തിലും വെച്ച് നോക്കുമ്പോൾ, എല്ലാ ഉമ്മത്തിലെ ജനങ്ങളെയും കൂട്ടിയിട്ട് നോക്കുമ്പോൾ ഏറ്റവും പവർ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പം അതിന് ആ സിദ്ദീഖ് റളിയല്ലാഹുവിന് ആ മഹത്വം വരാനുള്ള കാരണം നമ്മുടെ ഈ അധ്യായത്തിൽ പറയുന്ന സത്യസന്ധതയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായതുകൊണ്ട് നോക്കാം. ബാബുൻ ഫിസ് സിദ്ഖി, സിദ്ഖിൽ പറയുന്ന അധ്യായമാണ്, സത്യസന്ധതയിൽ പറയുന്ന അധ്യായം. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു,
യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനിക്ക് ഭക്തി കാണിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. വകൂനു, നിങ്ങളാവണം മഅസ്സാദിഖീൻ, സത്യവാന്മാരോട് കൂടെയാവണം, സത്യവാന്മാരോട് കൂടെ ആവണം. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, വസ്സാദിഖീന വസ്സാദിഖാത്തി, സത്യം പറയുന്ന പുരുഷന്മാരും സത്യം പറയുന്ന സ്ത്രീകളും. വലിയൊരായത്തിൻ്റെ ഒരു ഭാഗം പറഞ്ഞതാണ്. അവർക്ക് വലിയ കൂലിയുണ്ട് എന്നാണ് അതിൻ്റെ ബാക്കി. അവർക്ക് വലിയ മഹത്വമുണ്ട്, വലിയ കൂലിയുണ്ട്. കേൾക്കുന്നില്ലേ? കണക്ഷൻ പോയോ? കട്ടായോ? അതെന്താ? ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പോ അത് അഹ്സാബ് സൂറത്തിന്റെ 35-ാമത്തെ ആയത്ത്. അത് ഒരു ആയത്തിന്റെ ഒരു ഭാഗമാണ്. അതിങ്ങനെ പറയുന്നു. ആയത്തിന്റെ തുടക്കം ഇങ്ങനെ, ഇന്നൽ മുഅ്മിനീന മുസ്ലിമീന വൽ മുസ്ലിമാത്തി, പിന്നെ മുഅ്മിനാത്തി, അല്ല മുശ്രിക്കീനല്ല, ഖാനിതീന വൽ ഖാനിതാത്തി, ആ അങ്ങനെയുള്ള ആളുകൾ മുഅ്മിനി മുത്തസദ്ദിഖുന സദഖ കൊടുക്കുന്നത് ഇല്ലല്ല. അപ്പൊ അതില് അത് സിദുക്ക് എന്നുള്ള സ്വതക്ക എന്നുള്ള പദത്തിൽ തന്നെ വന്നു തന്നെയാണ്. അതിൻ്റെ ഒരു ആത്മാർത്ഥത എന്ന് കൂടി ഒരു അർത്ഥമുണ്ട് സിദുക്കിനിക്ക്. സ്വതക്ക കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഒരു ആത്മാർത്ഥത ഉള്ളവർക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം അങ്ങനെ വരുന്നത്. അപ്പോൾ സിദുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥത എന്നുള്ള ഒരു ഭാഗം കൂടിയും വരും. നമ്മൾ ഈ ഹദീസിൽ പറയും, ശേഷമുള്ള ഹദീസുകളിലൊക്കെ വരുന്നുണ്ട് ആ മീനിങ്. അപ്പോൾ അസീസ്ക, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അഅദ്ദല്ലാഹു ലഹും, അവർക്ക് അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് വലിയ പ്രതിഫലവും പാപമോചനവും. അള്ളാഹു ഒരുക്കി തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം അള്ളാഹ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ ജവാബ്. അപ്പോൾ സിദുക്ക് പാലിക്കുന്ന പുരുഷന്മാരും സിദുക്ക് പാലിക്കുന്ന സ്ത്രീകൾക്കും അള്ളാഹു വലിയ പാപമോചനവും വലിയ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട്, സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഖാല തആല, ഫലൗ സദഖുല്ലാഹ, അവർ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ, ലകാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് ഉത്തമം. സത്യം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിലും ഏറ്റവും ഉത്തമം. അപ്പോൾ സിദുക്കുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നും 3 ആയത്തുകളെ നമുക്ക് പരിചയപ്പെടുത്തിയതാണ്. ഇനി നോക്കുക, 54. ഫൽ അവ്വലു, ഒന്നാമത്തെ ഹദീസ്, അനിബിനി മസ്ഊദ് റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്നതി. നമ്മൾ 40 ഹദീസിൻ്റെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. 40 ഹദീസ് ആദ്യം പഠിച്ചില്ലേ? അതിലുണ്ട് ഇന്ന സിദ്ഖ, തീർച്ചയായും സിദ്ഖ്, സത്യസന്ധത, യഹ്ദി,
അത് എത്തിക്കും, അത് ചേർക്കുന്നതാണ്. ഇലൽ ബിർരി, നന്മയിലേക്ക് എത്തിക്കും. വ ഇന്നൽ ബിർറ, തീർച്ചയായും നന്മ, യഹ്ദി ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക് എത്തിക്കും. സ്വർഗത്തിലേക്ക് എത്തിക്കും. അപ്പൊ സിദ്ക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കും. ഇതുപോലെ കേരളക്കാരൻ കേരളത്തിലുള്ളവൻ ഇന്ത്യയിലുള്ളവനാണ്, കേരളക്കാർ ഇന്ത്യയിലുള്ളവരാണ്, ഇന്ത്യക്കാർ ഏഷ്യയിലുള്ളവരാണ്. അപ്പൊ കേരളക്കാർ ഏഷ്യയിലുള്ളവരാണ്. നമ്മൾ ഒരു ഭാഗം, ഒരു വിജ്ഞാനശാഖ മന്തിക്ക് നമ്മൾ പഠിക്കും. ഇനി കുറച്ച് കഴിഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളിൽ നിന്നും അറിയാത്തതിലേക്ക് എത്തുന്നതിനാണ് എന്തെന്ന് പറയാ, ചിന്ത എന്ന് പറയാം. അപ്പം നമ്മൾ അവിടുന്ന് ഒരു മതിലിൻ്റെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒരു പുക വരുന്നുണ്ട് എങ്കിൽ അത് നമുക്കറിയാം, പുക വരുന്നുണ്ട്. അപ്പം നമ്മൾ അറിയാത്തൊരു കാര്യത്തേക്ക് എത്തിച്ചു, അവിടെ ആരോ തീ കത്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തയിൽ വരുന്ന പിഴവുകൾ തിരുത്താൻ വേണ്ടി വരുന്ന വിജ്ഞാനശാഖക്കാണ് മന്തിക്ക് എന്ന് പറയാം, തർക്കശാസ്ത്രം. ആ ഭാഗത്തിൻ്റെ അതിൽ വരുന്ന ഒരു വിഷയങ്ങളിലേക്കുള്ള ഒരു ചെറിയ സൂചനയാണ് ഈ ഹദീസ്. ഇപ്പൊ നോക്ക്, നിങ്ങൾ രണ്ടാൾ തമ്മിൽ തർക്കിക്കുകയാണ്. ഒരാൾ പറഞ്ഞു ഇസ്തിഗാസ ഷിർക്കാണ് എന്ന് പറഞ്ഞു ഒരാൾ. മറ്റാൾ പറഞ്ഞു ഇസ്തിഗാസ ഷിർക്ക് അല്ല. രണ്ടാളും തമ്മിൽ തർക്കമായി. ഞാൻ തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയം പറഞ്ഞതാ. അല്ലെങ്കിൽ വേറൊന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നത്, റാഫിക്ക ഇന്ന് ലീവാണ് എന്ന് പറഞ്ഞു ഒരാൾ. വേറൊരാൾ വാദിച്ചു റാഫിക്ക ലീവല്ല എന്ന് വാദിച്ചു. ഇത് രണ്ടും കൂടി ശരിയാവുമോ? രണ്ടും കൂടി ശരിയാവുമോ? ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് ഭാഗം കൂടി ശരിയാവുമോ? റാഫിക്ക ലീവാണ് എന്നുള്ളതും ലീവല്ല എന്നുള്ളതും പാടെ ശരിയാവുമോ? ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ? അതെ. അപ്പോൾ നമ്മൾ ആ ശരി ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം അവനോട് പറയണം നമ്മൾ, റാഫിക്ക ലീവാണ് എന്നുള്ളത് നിങ്ങളുടെ അടുത്തുള്ള തെളിവെന്താ? ലീവല്ല എന്നുള്ള എൻ്റെ അടുത്ത് ഞാൻ വാദിക്കുന്നതിന് തെളിവുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ അദ്ദേഹം ഇല്ല. മറ്റൊരു ഉപോത്ബലകമായ തെളിവ് പറഞ്ഞു, ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാദം സ്ഥിരപ്പെട്ടു. ഇങ്ങനെ ചിന്തയിലുള്ള പിഴവിനെ തൊട്ട് തിരുത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന, അത് രണ്ടും കൂടി ശരിയാവുമല്ലോ. മുണ്ടിയാലും തല്ലും മിണ്ടിയില്ലെങ്കിലും തല്ലും എന്ന് പറഞ്ഞു. മിണ്ടിയാലും തല്ലും മിണ്ടിയില്ലെങ്കിലും തല്ലും എന്ന് പറഞ്ഞു. അത് ഭ്രാന്തന്മാരുടെ വർത്താനാണ്. മിണ്ടിയാലും തല്ലും മിണ്ടിയില്ലെങ്കിലും തല്ലും. എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല അവിടെ. പിന്നെ മറ്റേത് തെറ്റാന്ന് മനസ്സിലായിട്ട് വരും. രണ്ടും കൂടി ശരിയാവില്ല എന്നാ ഞാൻ പറഞ്ഞു. രണ്ടും കൂടി എന്താവൂല, ശരിയാവില്ല. ഒരാൾക്ക് ഒരാൾ ഉണ്ടാവലും ഒരാൾ ഇല്ലാതിരിക്കലും പാടെ ഒരേ സമയത്ത് ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയാണ്, ഞാനിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, ഞാനിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നില്ല എന്ന അവസ്ഥയും ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥയും ഒരേ സമയം എന്നിൽ സമ്മേളിക്കുമോ? ഇല്ലല്ലോ. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവും. അതേപോലെ അല്ല, അത് തെളിവ് ഉദ്ധരിക്കുന്നു എന്നാ പറയാ. ഖുർആൻ തെളിവാക്കുന്നു എന്നാ.
ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ നന്മയിലേക്ക് വരും, ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ പിഴവിലേക്കും പോകും. അത് ആയത്തുണ്ടല്ലോ, യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി. അത് അത് അവരുടെ വാദാണ്. അത് നമുക്ക് അത് നമുക്ക് വാദിക്കേണ്ടി വരും. അപ്പോൾ അവരോട് ചോദിക്കും, നിസ്കാരം 3 വക്താണ് എന്നാണ് അവർ വാദിക്കുന്നത്, അതിന് തെളിവ് എന്താണ്? അപ്പോൾ പറയും, ഖുർആൻ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിസ്കാരം 3 വക്താണ്. അപ്പൊ അതിന് മറുവാദം എഴുതും, ഖുർആൻ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിസ്കാരം 3 വക്ത് അല്ല. അപ്പോളേ വാദം ശരിയാവുള്ളൂ. ഞാൻ വാദിക്കാണ്, ഞാൻ ബിരിയാണി തിന്നു, അപ്പോൾ സുഹൈൽ സാറ് പറഞ്ഞു ഞാൻ മന്തി തിന്നു പറഞ്ഞു. അത് രണ്ടും പാടെ വാദാവില്ലല്ലോ. ഞാൻ ബിരിയാണി തിന്നു, ഞാൻ ബിരിയാണി തിന്നില്ല, ഇതാവുമ്പോഴാണ് എന്ത് ചെയ്യുക, വാദാവുക. രണ്ടു കൂട്ടർക്കും പാടെ വാദിക്കേണ്ടി വരിക. അപ്പോൾ കേസ് നടത്തുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. കേസ് നടത്തുമ്പോൾ എന്താണ്, വ്യക്തമാവണം, സ്പെസിഫിക് ആവണം. ഇയാൾ ഇന്ന കൃത്യം ചെയ്തു, അത് പ്രോസിക്യൂഷൻ വാദിക്കും. അയാളുടെ വക്കീൽ എന്ത് വാദിക്കും, ഇയാൾ ഇന്ന കൃത്യം ചെയ്തിട്ടില്ല. അതിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവുക ചെയ്യാം. ചുരുക്കത്തിൽ അങ്ങനെ അത് നമുക്ക് നല്ല രസമാണ് അത് പഠിക്കാൻ. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇസ്തിഗാസ ഷിർക്കാണ് എന്നൊരു ടീം പറഞ്ഞു. അപ്പം അതിനെതിരെ ഓപ്പോസിറ്റുള്ള ആൾ പറഞ്ഞു ഇസ്തിഗാസ ഷിർക്കല്ല. അപ്പോൾ രണ്ടു കൂട്ടരും ബാധിച്ച് സ്ഥിരപ്പെടുത്താണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് അള്ളാഹു നൽകിയ കഴിവിൽ നിന്നും സഹായം ചോദിക്കലാണ്. ഇത് നിങ്ങൾ അംഗീകരിച്ചോ? ഓക്കെ, അത് ശരി തന്നെയാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ അർഹതയുണ്ട് എന്ന നിലക്ക് അള്ളാഹുവിൽ മറ്റൊരുത്തനെ പങ്കു ചേർക്കലാണ്. ഇതും സമ്മതിച്ചോ? ഓക്കെ, അപ്പൊ ഇസ്തിഗാസ എന്നാൽ എന്ത് എന്നും ഷിർക്ക് എന്നാൽ എന്ത് എന്നും അവിടെ സ്ഥിരപ്പെട്ടു. രണ്ടു കൂട്ടക്കാരും അംഗീകരിച്ചു, അതിന്റെ നിർവചനം സ്ഥിരപ്പെട്ടു. ഇനി നമ്മളതിനെ ബന്ധിപ്പിക്കുകയാണ്. ഇസ്തിഗാസ ഷിർക്കാണോ? ഇസ്തിഗാസ ബോധ്യപ്പെട്ട ഒരാളും ഷിർക്ക് എന്താന്ന് ബോധ്യപ്പെട്ട ആളും അംഗീകരിച്ച ആളും തമ്മിൽ കൂട്ടിവെക്കുമ്പോൾ ഒന്നിരിക്കെ അവിടെ ഇസ്തിഗാസ ഷിർക്കാണ് എന്നേ വരൂ, അല്ലെങ്കിൽ ഇസ്തിഗാസ ഷിർക്ക് അല്ലാന്നേ വരൂ. രണ്ടും കൂടി വരില്ല. അപ്പൊ രണ്ട് വാദത്തിന് ഞാൻ പറയണേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണേ, പുത്തൻവാദികൾ വാദിക്കുന്ന വാദവും നമ്മൾ അഹ്ലുസുന്നത്ത് വാദിക്കുന്ന വാദവും ഒരേ സമയം ശരിയായി വരില്ല. ഏതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ എന്ന് ആദ്യം അഹ്ലുസുന്നക്കാരും മനസ്സിലാക്കണം, പുത്തൻവാദികൾ മനസ്സിലാക്കണം. എന്നിട്ട് ഏതാണ് ശരി എന്ന് തീരുമാനിക്കണം. അതിന് തെളിവുകൾ സഹിതം സംസാരിച്ച് കാര്യങ്ങൾ പറയണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോട് ചോദിക്കുക, പുത്തൻവാദികൾ ചോദിക്കും, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഷിർക്ക് വെക്കുന്നത് അതിൽ വരുന്നുണ്ടോ? നമ്മൾ ഷിർക്ക് വെക്കുന്നത് ഷിർക്കാണെന്ന് അവർ പറയും. എങ്ങനെ ഷിർക്ക് വരുന്നത്? എന്താണ് ഷിർക്കിന്റെ നിർവചനം? ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഷിർക്കിന്റെ നിർവചനം പറയും. അതിൽ ഇസ്തിഗാസപ്പെടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇസ്തിഗാസ ഷിർക്കല്ല. ഇസ്തിഗാസ ഷിർക്കല്ല എന്നുള്ളത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഓലെ വാദം പൊളിഞ്ഞു, അവരുടെ വാദം പൊളിഞ്ഞു. ഭയങ്കര രസമാണ് ഈ വിഷയം. അതിൽ ഓല എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞ പോലെ എന്താന്നുള്ളത് പറയില്ല. ഓല് ഇസ്തിഗാസ എന്ന് പറഞ്ഞാല് അവരെന്താണെന്നുള്ളത് എന്താവില്ല, അംഗീകരിക്കൂല. അവർ പറയും മരിച്ച ആത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്, മരിച്ച ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്, ഓരോട് അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന് നിലക്ക് പ്രാർത്ഥിക്കും. അതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂല. അപ്പം നമ്മൾ അതിലിങ്ങനെ നമ്മുടെ ഊർജം കളയേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞിട്ട് അംഗീകരിക്കാത്ത ആളുകളോട് കുതിരക്ക് 3 കൊമ്പുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു, കാണിച്ചു കൊടുത്തു, കുതിരക്ക് കൊമ്പേ ഇല്ല, എന്നാലും 3 ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ വാദിക്കുന്ന ആളെ നമ്മൾ പിന്നെ അവരെ വിട്ടുകളയാം. മറ്റേ ഉമറുദ്ദീന്റെ സദസ്സെന്ന് പറഞ്ഞില്ലേ, അറിവില്ലാത്തവരെ നമ്മൾ തിരിഞ്ഞു കളയാം, മൈൻഡ് ആക്കണ്ട, അതുപോലെ വിട്ടുകളയാം. അപ്പോൾ ഇതങ്ങനെയാണ്. ഇപ്പോൾ മലപ്പുറം കേരളത്തിലാണ്, കേരളം ഇന്ത്യയിലാണ്, അതുകൊണ്ട് മലപ്പുറം ഇന്ത്യയിലായേ തീരൂ.
മലപ്പുറം കേരളത്തിലാണ്, കേരളം ഇന്ത്യയിലാണ്, അതുകൊണ്ട് മലപ്പുറവും ഇന്ത്യയിലാണ്. മലപ്പുറം കേരളത്തിലാണ്, കേരളം ആഫ്രിക്കയിലല്ല, അപ്പോൾ മലപ്പുറം ആഫ്രിക്കയിലല്ല. മനസ്സിലായോ അസീസ്ക? നമ്മളത് ഓതുമ്പോ നമുക്ക് ഉഷാറാവും. ഇങ്ങനെ അങ്ങനെ ഇത് കളിക്കുമ്പോഴേ അതിന് ഷെക്കലിൽ അവല്, ഷെക്കൽ സാനി, ഷെക്കൽ റാബി, ഷെക്കൽ സാലിസ് എന്നൊക്കെ മറ്റു 4 ഷെക്കലുകളുണ്ട്. ഈ ലോകം എന്ന് പറയാം, ഈ ലോകം ഭൗതികവാദികൾ പറയണത് എന്താണ്? ഇത് പണ്ട് മുതലേ ഉണ്ട് എന്നാണ്, അല്ലേ? പണ്ട് മുതലേ ഈ ലോകം ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നമ്മളോട് പറയും ഈ ലോകം മാറ്റം വരുന്ന ഒന്നാണ്, മാറ്റം സംഭവിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ മാറണേ? മാറുന്നുണ്ടല്ലോ. ഈ പറയുന്ന ഞാൻ ഇന്നലെ ഇതേ രൂപമാണോ? അല്ല. ഞാനൊരു ലോകത്തിൽപ്പെട്ട ഒരു വസ്തുവാണല്ലോ. ലോകം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും ലോകം എന്നാ പറയാം. അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും ലോകം എന്ന് പറയാം. എനിക്ക് മാറ്റമുണ്ടല്ലോ. ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ. എല്ലാ മാറ്റമുള്ള വസ്തുക്കളും ഒരാളുണ്ടാക്കിയതാണ്, എല്ലാ വസ്തുക്കളും. അതുകൊണ്ട് ലോകത്തിനെ ഒരാളുണ്ടാക്കിയതാണ്, ഗണ്ണിക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹവും ഈ ലോകത്തെ പോലെ ആയിക്കൂടെ? കോഴി ഉണ്ടായത് കോഴിയുടെ മുട്ട ആദ്യം ഉണ്ടായത് വെച്ചു. അപ്പൊ കോഴി എന്ന് പറഞ്ഞു. മുട്ട അല്ലാതെ എങ്ങനെ കോഴി ഉണ്ടാകുക? എന്നാ കോഴിമുട്ട. കോഴി ഇല്ലാതെ എങ്ങനെ മുട്ട വിരിക്കുക? അപ്പൊ എന്തുണ്ടാകുക? അപ്പൊ അതിനാ പറഞ്ഞേ, ആദ്യം ഒരു വസ്തു ഇവിടെ ഉണ്ടായേ പറ്റൂ, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. കോഴി ഉണ്ടായത് കോഴിയുടെ മുട്ട ആദ്യം ഉണ്ടായത് വെച്ചാൽ ഇങ്ങനെ ചോദിച്ചു പോവുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമോ? കോഴി ഉണ്ടാവില്ല, കോഴിമുട്ട ഉണ്ടാവില്ല. അപ്പം നമ്മളൊന്ന് പറയും, കോഴിനെ ഇവിടെ പടച്ചു, കോഴി മുട്ട ഇട്ടു, ആ മുട്ടയെ കോഴി വിരിച്ചു, പിന്നെ കുട്ടികൾ. ഏതുപോലെ ഈ ലോകം അള്ളാഹു പടച്ചു. ഈ ലോകത്തിനെ അള്ളാഹു പടക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ വിശേഷണങ്ങളൊന്നും അള്ളാഹുവിന് പറ്റൂല. അള്ളാഹുവിന് മാറ്റല്ല, അള്ളാഹുവിന് കുറവില്ല. നമുക്ക് കുറവുണ്ട്, അള്ളാഹു കുറവില്ല. നമുക്ക് കൈകളുണ്ട്, അള്ളാഹുവിനക്ക് കൈയില്ല. നമുക്ക് കണ്ണുണ്ട്, അള്ളാഹുവിനക്ക് കണ്ണില്ല. ചെവിയുണ്ട്. അങ്ങനെ ഓരോന്നെടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ. ഈ ലോകത്തിലെ ഒരു വസ്തുവും സൃഷ്ടികളോട് ഒരു നിലക്കും പങ്കില്ല. അങ്ങനത്തെ ഒരാൾക്കേ പടക്കാൻ കഴിയൂ. അങ്ങനത്തെ ആളെന്തായിരിക്കും? അത് വേറെ, അത് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ് പരലോകത്ത്. നോമ്പുകാരൻ 2 സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, മറ്റൊന്ന് അള്ളാഹുവിനെ കാണുമ്പോൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര നിസ്കാരം നിസ്കരിച്ചു? അള്ളാഹു സ്വീകരിക്കട്ടെ. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഇതൊക്കെ നിസ്കരിച്ച ഇബാദത്തെടുത്ത അള്ളാഹുവിനെ കാണുമ്പോൾ നമുക്ക് കണ്ണിനൊരു സന്തോഷം ഉണ്ടാവും. അപ്പം നമ്മുടെ കണ്ണുകൊണ്ട് എങ്ങനെ കാണുക? അതിൽ കണ്ണിന് പവർ അപ്പം തരുമല്ല. കണ്ണിനെ അള്ളാഹുവിനെ കാണാനുള്ളൊരു പവർ വെച്ച് തരും. അപ്പൊ ചുരുക്കി പറയുക, മന്തിക്ക് എന്ന് പറഞ്ഞാൽ, തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഫന്നാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ വാദങ്ങൾ സ്ഥിരപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ EKS മുസ്ലിയാരോട് ഒരു ചോദ്യം ചോദിച്ചു എന്ന് ചെറിയ പുസ്തകം ഞങ്ങളോട് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്. EKS മുസ്ലിയാരോട് വക്കീൽ ചോദിച്ചു, ഇത്രേ, നിങ്ങൾ ആ നാട്ടിൽ പോയിട്ട് പൊടി പാറുന്ന പ്രസംഗം ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മറുപടി പറഞ്ഞേ, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പൊടി പാറിയോ പൊടി പാറിയില്ല ഞാൻ നോക്കിയിട്ടില്ല. അവർ പൊടി പാറിയിക്കണോ പൊടി പാറിയിട്ടില്ലോ, പോയി ആ ഇത് പോയാലോ, വക്കീലിൻ്റെ ഫ്ലോ പോയാലോ. അപ്പോൾ നമ്മുടെ സംസാരവും
നമ്മുടെ ചിന്തയിൽ നിന്നാണ് സംസാരം ഉണ്ടാകുക. ചിന്ത ശരിയായി കഴിഞ്ഞാൽ സംസാരവും ശരിയാവും. അപ്പം ആ ചിന്തയിലുള്ള പിഴവുകളെ തിരുത്താൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. അതിലേക്കുള്ളൊരു സൂചനയാണ് ഇത്. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. അപ്പം അതിൻ്റെ ജവാബ്, അതിൻ്റെ മൂന്നാമത്തെ ഒരു സെന്റൻസ് എന്താ? ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ജന്ന. സിദ്ഖ് എന്തിലേക്ക് ചേർക്കും? സ്വർഗത്തിലേക്ക് എത്തിക്കും. നന്മ. പിന്നെ വ ഇന്നർ റജുല, തീർച്ചയായും ഒരു മനുഷ്യൻ, ലയസ്ദുഖു, അവൻ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഹത്താ യുക്തബ, അവൻ എഴുതപ്പെടുന്നത് വരെ, ഇൻദല്ലാഹി, അല്ലാഹുവിൻ്റെ അടുക്കൽ, സിദ്ദീഖൻ, സിദ്ദീഖ് എന്ന് എഴുതപ്പെടുന്നത് വരെ. വ ഇന്നൽ കദിബ, കളവ്, യഹ്ദി ഇലൽ ഫുജൂർ, തോന്നിവാസത്തിലേക്ക് നയിക്കും. മോശമായ വാക്കുകളും മോശമായ പ്രവർത്തനങ്ങളുമാണ് കളവ്. വ ഇന്നൽ ഫുജൂറ, തോന്നിവാസമോ, യഹ്ദി ഇലന്നാർ, നരകത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് കളവ് പറഞ്ഞാൽ അത് നരകത്തിലേക്ക് എത്തിക്കും. വ ഇന്നർ റജുല, ഒരു മനുഷ്യൻ, ലയക്ദിബു, അവൻ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഹത്താ യുക്തബ, എഴുതപ്പെടുന്നത് വരെ, ഇൻദല്ലാഹി, അല്ലാഹുവിൻ്റെ അടുക്കൽ, കദ്ദാബൻ, കദ്ദാബ് എന്ന് എഴുതപ്പെടും, പെരുങ്കള്ളൻ, കാട്ടുകള്ളൻ എന്ന് എഴുതപ്പെടും. അപ്പൊ ഇവിടെ സിദ്ഖ് കാണിച്ച് ജീവിച്ചാൽ ഒരുപാട് നന്മകൾ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കും. സ്വർഗത്തിലേക്ക് നമുക്ക് എത്താനും കഴിയും. നമ്മൾ സിദ്ദീഖീങ്ങളുടെ ദർജയിലേക്ക് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. ക്ലിയർ അല്ലേ? അസീസ്ക, ഫാറൂഖ്, ഓക്കെ അല്ലേ? യെസ്. 55 അസാനി, രണ്ടാമത്തത്. അൻ അബി മുഹമ്മദിൻ അൽ ഹസൻ ബിൻ അലിയിൻ ഇബ്നി അബി താലിബിൻ റളിയല്ലാഹു അൻഹുമാ. ഹസൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖല ഹഫിൽതു, ഞാൻ മനപ്പാഠമാക്കിയിരിക്കുന്നു, മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ മനപ്പാഠമാക്കിയിരിക്കുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യം, നബി തങ്ങൾ പറഞ്ഞ കാര്യം ഏതാണത്? ദഅ, നീ ഉപേക്ഷിക്കുക, മാ യരീബുക, നിനക്ക് സംശയമുണ്ടാക്കുന്നത്. ദഅ, ഒന്നിനെ നീ ഉപേക്ഷിക്കുക, യരീബു, അത് സംശയമുണ്ടാക്കും, നിനക്ക് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള ഒരു കാര്യം, അത് ഉപേക്ഷിക്കുക. ഇലാ മാലാ യരീബുക, സംശയമില്ലാത്തതിലേക്ക് ഉപേക്ഷിക്കുക. അത് ഉറപ്പാണ് ഹലാലാണ്, എന്നാൽ അത് സ്വീകരിക്കുക. ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള ഒന്നുണ്ട്, അപ്പം അതിനെ ഉപേക്ഷിക്കുക. ഹലാലാണ് എന്ന് ഉറപ്പുള്ളതുണ്ട്, അതെടുക്കുക. ഫഇന്ന സിദ്ഖ, കാരണം സിദ്ഖ് എന്നുള്ളത് തുമഇനീനത്തുൻ, അത് സമാധാനമാണ്. സത്യം പറഞ്ഞാൽ അതൊരാശ്വാസം, മനസ്സിനൊരു സന്തോഷം. വൽ കദിബ, കളവ്, രീബത്തുൻ, അത് സംശയം ഉണ്ടാകും, അസ്വസ്ഥത ഉണ്ടാകും. കള്ളം പറഞ്ഞാൽ എന്തപ്പോൾ ആകുക, എന്തപ്പോൾ ഉണ്ടാകുക എന്നുള്ള ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകും. റവാഹു തിർമുദിയു വഖാല ഹദീസുൻ സ്വഹീഹുൻ. ഖൗലുഹു യരീബുക, യരീബുക എന്ന വാക്ക് ഹുവ ബി ഫത്ഹിൽ യാഇ വ ലമ്മിഹ, രണ്ടും വായിക്കാട്ടോ. യരീബു എന്നും വായിക്കാം, യുരീബു എന്നും വായിക്കാം. യരീബു എന്നാകുമ്പോൾ അത് സുലാസി മുജറദാണ്. യുരീബു എന്നാകുമ്പോൾ സുലാസി മസീദ് ഫിഹിയാണ്. അറാബ യുരീബു, മറ്റേത് റാബ യരീബു. മൈനാഹു, അതിൻ്റെ അർത്ഥം ഉത്രുഖ്, നീ ഉപേക്ഷിക്കുക, മാ ഒന്നിനെ, തശുക്കു, നീ സംശയിക്കുന്നു, ഫി ഹില്ലിഹി, അത് ഹലാലാണോ എന്ന വിഷയത്തിൽ. നീ ഹലാലാണോ എന്ന വിഷയത്തിൽ സംശയിക്കുന്ന ഒന്നിനെ നീ ചോടോ, ഉപേക്ഷിക്കൂ. വഅദിൽ, നീ തെറ്റു, ഇലാമ, ഒന്നിലേക്ക്, ലാ തശുക്കു ഫീഹി, നിനക്ക് അതിൽ സംശയമില്ലാത്ത ഒന്നിലേക്ക് നീ തെറ്റിക്കോ.
സംശയമുള്ളതിനെ നീ ഉപേക്ഷിച്ച് സംശയമില്ലാത്തതിലേക്ക് തെറ്റിക്കോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഹഫിൽതു മാദിയായ ഫീൽ മിൻ റസൂലില്ലാഹി ദഅ എന്ന് പറഞ്ഞ അംറാട്ടോ. വദഅ യദഉ എന്നാണ് മുതാരി. വദഅ യദഉ അതിന്റെ അംറ് ദഅ. മാ യരീബുക ഇലാ മാ ലാ യരീബുക ഫഇന്ന സിദ്ഖ ഇന്നന്റെ ഇസ്മ സിദ്ഖ തുമഇനീനത്തുൻ ഖബർ വൽ കദിബ അത്ഫു മഅതുഫ്രീബത്തുൻ അത് അതിന്റെ ഖബർ. റവാഹു തിർമിദി വഖാല ഹദീസുൻ സഹീഹുൻ ഖൗലുഹു യരീബുക വഹുവ ബിഫത്ഹിൽ യാഇ വളമ്മിഹാ വമഅനാഹു ഉത്രുക്. ആ ഹദീസിന്റെ അർത്ഥം ഉത്രുക് മാ തശുക്കു ഫീഹി ലിഹി വഅദിൽ ഇലാ മാ ലാ തശുക്കു ഫീഹി. 56 അസ്സാലിസു അൻ അബി സുഫിയാന സഖർ ബിൻ ഹർബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഫി ഹദീസിഹി ത്വബീലി അദ്ദേഹത്തിൻ്റെ വളരെ ദൈർഘ്യമുള്ള ഒരു ഹദീസിൽ ഫി ഖിസ്സത്തി ഹിർക്കൽ രാജാവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഹിർക്കൽ രാജാവിൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടൊരു കത്തയച്ചു. ആ കത്ത് ഹിർക്കൽ രാജാവിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ നബി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ അബൂ സുഫിയാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, റളിയല്ലാഹു അൻഹു അന്ന് സ്വീകരിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അത് വളരെ ദീർഘമായൊരു ഹദീസാണ്. അപ്പോൾ സിദ്ഖ് എന്ന് വരുന്ന പരാമർശിക്കുന്ന ആ ഭാഗം ഒന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഹദീസിൽ. വലിയ ഹദീസാണ്. കാല ഹിർക്കൽ ചോദിച്ചു, എന്താ ചോദിച്ചേ? ഫമാദായ ഉമുറുക്കും യാനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിനെ ഉദ്ദേശിക്കണം. നബി എന്താ നിങ്ങളോട് കൽപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ഫമാദാ എന്താണ് ഉമുറു അദ്ദേഹം കൽപ്പിക്കുന്നത് കും നിങ്ങളോട്. യാനി അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അന്നബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. കാല അബൂ സുഫിയാന, അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞേ, ഇവിടെ നിങ്ങൾ കണ്ടോ അന്ന് വന്നപ്പോൾ അബീന്ന വായിച്ചത്. കാലൻ്റെ ഫായിലാണ് അബൂ സുഫിയാൻ. അപ്പോൾ വാവ് കൊണ്ട് റഫ് യാവ് കൊണ്ട് ജെറ് ട്ടാ. വാവ് കൊണ്ട് റഫ് യാവ് കൊണ്ട് ജെറ്. അബൂ സുഫിയാൻ പറഞ്ഞു കുൽത്തു ഞാൻ പറഞ്ഞു, യഖൂലു അദ്ദേഹം പറയുന്നു, നബി തങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം, ഉഅ്ബുദുല്ലാഹ വഹ്ദഹു ഏകനായി അല്ലാഹുവിനെ നിങ്ങൾ ആരാധന ചെയ്യണം. വലാ തുശ്രികു ബിഹി ഷൈഅൻ വലാ തുശ്രികു നിങ്ങൾ പങ്കു ചേർക്കരുത് ബിഹി അവനോട് ഷൈഅൻ ഒന്നിനെയും പങ്കു ചേർക്കരുത്. വത്രുക്കു നിങ്ങൾ ഉപേക്ഷിക്കണം മാ യഖൂലു ആബാഉക്കും നിങ്ങളുടെ ഉപ്പമാർ പറയുന്നത്, നിങ്ങളുടെ പൂർവ്വപിതാക്കൾ പറയുന്നതിനെ ഒഴിവാക്കണം. വയഉമുറുന ഇതൊക്കെ അദ്ദേഹം പറയാണ്. വയഉമുറു അദ്ദേഹം കൽപ്പിക്കുന്നു ഞങ്ങളോട് ബിസ്സലാത്തി നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. വസ്സുദ്ഖി അതാണ് നമ്മൾ പാഠം. സ്വിദ്ഖ് കൊണ്ട് കൽപ്പിക്കുന്നു. വൽ അഫാഫി ചാരിത്ര ശുദ്ധി പുലർത്തണം. നമ്മുടെ പക്വത നഷ്ടപ്പെട്ട് ഹറാമായ കാര്യങ്ങളൊന്നും ചെയ്തു പോകരുത്. ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കണം. വസ്സുലത്തി കുടുംബബന്ധം ചേർക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ സ്വിദ്ഖ്. പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം കള്ളമാണ് എന്ന് പറയുന്ന തെറ്റിദ്ധരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അന്ന് ശത്രുപക്ഷത്തുള്ള അബൂ സുഫിയാൻ എന്നവർ പറയുന്നത് എന്താ അറിയില്ല എന്നാണ് ഞങ്ങളെക്കുറിച്ച്. അത് ഇവിടെ പറയുന്നില്ല, ഇവിടെ അത്രയേ ഉള്ളൂ. സിദ്ഖ് കൊണ്ട് കൽപ്പിക്കുന്നു. അപ്പോൾ ഈ സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നബിതങ്ങൾ കൽപ്പിച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട്. നിസ്കാരം കഴിഞ്ഞേക്ക് പിന്നെ സിദ്ഖ പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. അപ്പം അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. സത്യസന്ധത, ചാരിത്രശുദ്ധി, കുടുംബബന്ധമൊന്നും ചേർക്കുന്ന അതുപോലെ നിസ്കരിക്കുന്ന ആളുകളൊന്നും അല്ലായിരുന്നു. അപ്പം അത് അത്രത്തോളം പ്രാധാന്യമുണ്ട്, ധാർമ്മികമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്ന് പ്രാഥമികമായ ദഅ്വാ പ്രവർത്തനത്തിലൂടെ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിസ്ക സുഹൈൽ സാർ ഹദീസ് കൂടി പറയാം. അറാബിയു നാലാമത്തത് അൻ അബീ സാബിത്ത് ഉണ്ട്, ജെറിയാവുണ്ട്. അൻ അബീ സാബ് അൻ ജെറിൻ്റെ അക്ഷരമുണ്ട്. സഹിൽ ബിൻ ഹുനൈഫിൻ റളിയല്ലാഹു അൻഹുവെ തൊട്ട് ഉദ്ധരിക്കുന്നു. വഹുവ ബദ്രിയുൻ
അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് കേട്ടോ. പവർ വെക്കാം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ ഞാൻ പറയും, ബദറിൽ പങ്കെടുത്ത ആളാണ്. ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒരുപാട് പവർ ഉണ്ട്. അതെ അതെ. റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ശ്രദ്ധിച്ചോട്ടോ, മൻ ഒരാൾ സഅലല്ലാഹ അല്ലാഹുവിനോട് അവൻ ചോദിച്ചു, തആല അല്ലാഹു തആലയോട് അവൻ ചോദിച്ചു, അഷ്ഹദത രക്തസാക്ഷിത്വത്തെ ചോദിച്ചു, ബിസ്ദിഖിൻ ആത്മാർത്ഥതമായി സത്യസന്ധമായി. എനിക്ക് ആരോട് ഇത് വെച്ചിരിക്കണേ ക്ലാസ് കേൾക്കുക, ആരെ സത്യസന്ധമായി ആത്മാർത്ഥമായി ഷഹാദത്തിനെ ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ, ശ്രദ്ധിച്ചോട്ടോ, ബല്ലഗഹുല്ലാഹു അള്ളാഹു അവനെ എത്തിക്കും. ബല്ലഗ സുലാസി മജീദ് പി ബലഗന്റെ ബല്ലഗ, മനാസില ശുഹദ ശുഹദാക്കളുടെ സ്ഥാനമാനങ്ങളിൽ എത്തിക്കും. വൈൻ മാത്ത അലാ ഫിറാശി അവനവൻ്റെ വിരിപ്പ് കടന്ന് മരിച്ചാലും. അതൊക്കെ അവൻ്റെ വിരിപ്പിൽ കടന്ന് മരണപ്പെട്ടാലും ശരി, അവൻ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്ത്, യുദ്ധക്കളത്തിൽ രക്തസാക്ഷിയാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആത്മാർത്ഥമായി. അപ്പൊ അവനിക്ക് അവന്റെ നിയ്യത്ത് ഉണ്ടല്ലോ, നല്ല നിയ്യത്താണല്ലോ, സത്യസന്ധതയോടുകൂടെ അവൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നല്ലോ. അതുകൊണ്ട് അവൻ അവന്റെ വീട്ടിലെ വിരിപ്പിൽ കടന്നുകൊണ്ടാണ് മരിച്ചാലും ശരി, അള്ളാഹു അവന് ശുഹദാക്കളുടെ സ്ഥാനങ്ങൾ നൽകുന്നതാണ്. റവാഹു മുസ്ലിം, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? മൻ ഷർത്ത് കേട്ടോ, സഅല ഷർത്ത് പറഞ്ഞ കണ്ടീഷൻ, അങ്ങനെ ചോദിച്ചാൽ എത്തിക്കും. ആരെങ്കിലും അങ്ങനെ ഹൂ എവർ എന്ന് പറയില്ല ഇംഗ്ലീഷിൽ, ഹൂ എവർ ആസ്ക്ഡ് അല്ലാഹ് അല്ലേ, സത്യസന്ധമായി അള്ളാഹുവിനോട് ഒരാൾ ചോദിച്ചു, അപ്പം ജവാബാണ് ബല്ലഗഹു അല്ലാഹു മനാസില ശുഹദാഇ വഇൻ മാത്ത അലാ ഫിറാശിഹി. അപ്പോൾ നീയത്തിനും അവൻ്റെ നീയത്ത് ആത്മാർത്ഥത കാണിച്ചു. അപ്പോൾ ഈ നീയത്ത്, ഇഖ്ലാസ്, സത്യസന്ധത ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഒന്ന് നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും.